സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന കക്ഷികൾ അത് വിശ്വാസത്തിലാകട്ടെ, കർമ്മത്തിലാകട്ടെ, തീവ്രവാദം പ്രചരിപ്പിച്ചിട്ടാകട്ടെ, ഭീകരവാദം പ്രചരിപ്പിച്ചിട്ടാകട്ടെ, വർഗീയത പ്രചരിപ്പിച്ചിട്ടാകട്ടെ, അക്രമം ചെയ്യാൻ പ്രചോദനം നൽകിയിട്ടാകട്ടെ, ഏത് വിധത്തിൽ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യരെ പിഴപ്പിക്കാൻ പോകുന്നുണ്ടോ അവിടെ ഖുർആൻ നിർദ്ദേശിക്കുന്നു, ലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. നിങ്ങൾ അക്രമം ചെയ്യുന്നവരിലേക്ക് ചായാൻ പാടില്ല, അവരുമായി നിങ്ങൾ ചായാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ നരകം സ്പർശിക്കും. അതുകൊണ്ട് തന്നെ ശരിയായ പാതയിൽ ജീവിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത്, അവിടെ സഹാബത്തിനെ പിന്തുടർന്ന താബീഈങ്ങൾ, താബീഈങ്ങൾ, നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, അതേ ഇമാം അശ്അരി, ഇമാം മാതുരിദി റഹ്മത്തുള്ളാഹി അലൈഹിം, അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരുടെ കാലശേഷം ഇന്നേ വരെ തുടർന്നു വന്ന, ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത, ഇങ്ങോട്ട് തെറ്റിയവരോട് പോലും വെറുപ്പ് വെക്കാത്ത മഹാന്മാർ. നിങ്ങൾ കേട്ടില്ലേ, ഇമാം നവവി റളിയല്ലാഹുവിന്റെ തൊപ്പിയെടുത്തൊരു മനുഷ്യൻ കളവ് നടത്തിയിട്ട് ഓടിപ്പോയപ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു ചിന്തിച്ചതിന്റെ തൊപ്പി പോയി എന്നല്ല, ആ തൊപ്പി കളവ് നടത്തിയതുകൊണ്ട് അവൻ നരകത്തിൽ കടക്കുമല്ലോ, അവനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും? ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണ് ഓടുന്നത്? മോനെ, ഞാനത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്, നിനക്കത് ഞാൻ അനുവദനീയമാക്കി തരികയാണ് എന്ന് പറയാനാണ് ഓടുന്നത്. തൊപ്പി പിടിച്ചെടുക്കാനല്ല, അദ്ദേഹത്തെ പൊലീസിൽ കൊണ്ടുപോകാനല്ല. അങ്ങനെ ഓടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ കള്ളൻ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി പോകാൻ തുടങ്ങി. അപ്പോൾ ഇമാം നവവി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിനക്ക് പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ടു. നീ ശ്രദ്ധിച്ചിട്ട് ഓടിക്ക മോനെ, നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് എന്റെ ലക്ഷ്യം. എന്റെ തൊപ്പി പോയതല്ല പ്രശ്നം. ഓ സുഹൃത്തുക്കളെ, ഇതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരാരെന്ത് ആക്ഷേപിച്ചാലും, ആരെന്ത് പറഞ്ഞാലും അവർക്ക് സ്വന്തം എന്ത് നഷ്ടം വരുന്നു എന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം അവനവൻ ഈമാനോടെ മരിക്കണം, മറ്റുള്ളവർക്കും ഈമാൻ ലഭിക്കണം, മറ്റുള്ളവർക്കും അത് വിതരണം ചെയ്യണം. അത് തെറ്റിപ്പോകുന്ന വഴിയിലേക്ക് ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് നീങ്ങിപ്പോകാൻ പാടില്ല. അതേപോലെ മുസ്ലിം ഉമ്മത്ത് വേറെ മതക്കാരോട് വൈരാഗ്യം, വിദ്വേഷം വെക്കുന്നവരായി തീർന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന തീവ്രവാദികളുടെ കൂടെയോ ഭീകരവാദികളുടെ കൂടെയോ ഒരൊറ്റ മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല. അതിവിടെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത്തരം വേദികൾ തന്നെ സംഘടിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും, അതിൽ നേതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാദാത്തുക്കളുണ്ട്, അതേപോലെ മറ്റ് പല രാഷ്ട്രീയ സംഘടനകളിൽ നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, എല്ലാ ജനങ്ങൾക്കും സർവ്വവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്